പാലക്കാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പിഷാരടി ഒരു സ്ഥലത്ത് പ്രചരണത്തിന് പോയപ്പോൾ BJP-യുടെ കൗൺസിലർ തടഞ്ഞ വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ. പക്ഷെ അതെന്തെന്ന് വെച്ചാൽ BJP-ക്കാര് തടയും. കാരണം ജനാധിപത്യത്തെ അവര് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതിനുള്ള ഒരു തെളിവാണ്. കാരണം BJP-യുടെ സീല് വെച്ച് വരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനെയൊന്ന് വിമർശിക്കാമോ എന്നറിയില്ല. കാരണം നാളെ നോട്ടീസ് വരും. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ചാൽ കൃത്യമായിട്ട് നോട്ടീസ് വരും. അതുകൊണ്ട് BJP സംവിധാനങ്ങളെ വിമർശിച്ചാലും നോട്ടീസ് വരും. പക്ഷേ അതൊന്നുമല്ല അതിന്റെ രസം. അതിന് BJP-യുടെ കൗൺസിലർക്ക്, BJP നേതാക്കൾക്ക് അടിപൊളിയായിട്ടാണ് പിഷാരടി അതിന് മറുപടി പറഞ്ഞത്. ഒരു പക്വതയാർജിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ അത് പിഷാരടി അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു മറുപടിയാണ്. അത് മാത്രമല്ല, ഈ സമയം തർക്കവും പ്രതിതർക്കവുമായിട്ടൊക്കെ നിൽക്കുമ്പോഴും പിഷാരടി അതൊക്കെ വാച്ച് ചെയ്ത് ഒരു പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് കാരണമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ BJP-ക്ക് അങ്കലാപ്പാണ്. പിഷാരടി അവിടെ ജയിക്കുമെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിട്ട് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥി NMR റസാഖും അത് കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടികൾക്ക് ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിന് അവസരമുണ്ട്. ഇത് പാലക്കാടിന്റെ മണ്ണിന് ചേർന്നതല്ല. പാലക്കാട്ടുകാരും ഇങ്ങനെ ചെയ്യില്ല. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് തിരികെ വരാം. ഞങ്ങളുടെ പ്രചരണ വണ്ടി ഇത്തിരി വലുതാണല്ലോ, അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു പറ്റം സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു, കുറെ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങുകയും അവരെടുത്ത് പോയി അവരോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അതിലൊരു അമ്മ എന്നോട് വീട്ടിലോട്ട് വരുമോയെന്ന് ചോദിച്ചു, അകത്തോട്ട് വരുമോയെന്ന് ചോദിച്ചു. ഞാൻ പൊതുവെ നമുക്ക് ഈ പരിമിതമായ സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരുപാട് വീടുകളിൽ പോകുന്നില്ല. കാരണം ഒരു വീട്ടിൽ പോയാൽ തൊട്ടടുത്ത വീട്ടിൽ പോയില്ല എന്നുള്ള പരാതി വരുത്തണ്ടല്ലോ. അതുകൊണ്ട് വീടുകൾ പോക്ക് കുറവായിട്ട് ഞാൻ പറഞ്ഞു, വീട്ടിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, എന്നാൽ അവിടെ വന്നൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ എന്ന് എന്നോട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ നടക്കാമെന്ന് പറഞ്ഞു. പ്രചരണാർത്ഥം അല്ല കേട്ടോ, ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. ഞാൻ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാന്നൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഇതിലെ നിങ്ങൾ ആരെയും കയറ്റി വിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിലെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. അപ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവര് ഇത് നിങ്ങൾക്ക് ഉള്ള സ്ഥലമല്ലല്ലോ, നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ട്. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, തൽക്കാലം ഇപ്പൊ നമ്മൾ തിരിച്ച് ഒപ്പം നിന്ന് ഒച്ചയെടുക്കലല്ല വേണ്ടത്. ഞാനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്, ഒന്നാമത് എനിക്കെതിരെ ഒച്ചയെടുത്തോണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞാൻ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു എന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. അത് നിന്ന ശേഷം വല്ലാതെ ഒച്ചയെടുക്കുന്നു, ഇവിടെ ഇവര് വരാൻ പാടില്ല, ഇവിടെ പ്രചരണത്തിന് വരാൻ പാടില്ല. അപ്പൊ ഇവര് ആ ഒരു അമ്മ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യയാണ്. ഒരു ഒരു ആ വീഡിയോ കാണുന്നൊരു ഡാർക്ക് ബ്ലൂ സാരി എടുത്ത ഒരു അമ്മ. ആ അമ്മ, നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വിളിച്ചത്, ഈ റോഡ് ഇവരുടെ അല്ല, അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ വാ, എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞൊരു ഒരു പ്രശ്നം വേണ്ട. കാരണം രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ഇത്തരത്തിലല്ല. രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണ്. നോക്കൂ, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലായിടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും
വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടുത്തെ UDFന് വേണമെങ്കിൽ അവിടുന്ന് അങ്ങറ്റം വരെ പോയി നടന്നിട്ട് തിരിച്ചു വരാനുള്ള സംഘടനാ ശേഷിയും ശക്തിയും ഒക്കെ ഉണ്ട്. അതില്ലാത്തവരല്ല. പക്ഷെ ഞാൻ അതിനെ അവരുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണുന്നില്ല. അവരുടെ ഒരു സങ്കുചിതമായ മനസ്സായിട്ടോ അറിവില്ലായ്മയോ ആയിട്ട് തൽക്കാലം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു. രണ്ടായാലും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. മറുപടിയും ഇതെല്ലാം കേട്ടല്ലോ. അപ്പോൾ അവിടെ ഷാഫി പറമ്പലിനെ പോലെ ഒരു ക്രൗഡ് പുള്ളറും അവിടെ ഇറങ്ങി മാസ്സായിട്ടാണ് പ്രചാരണങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇത്തവണ അത് UDF തൂക്കും. കാരണം സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗമാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്നലത്തെ സർവകളിലും എല്ലാം അതാണ്. അപ്പോ നമുക്ക് ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ളതും ഏറ്റവും മത്സര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ ഒരു കേന്ദ്രം പാലക്കാടാണ്. അപ്പം പിഷാരടിയെ എന്തിനവിടെ നിർത്തി എന്നുള്ളതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്നലത്തെ സംഭവം. അതിന്റെ ഒരു പ്രതികരണങ്ങളെല്ലാം വരുന്നത്. പിഷാരടി തികഞ്ഞൊരു രാഷ്ട്രീയക്കാരനാണെന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ്.